ഹലോ നമസ്കാരം. ട്രാവൽ ഫ്രണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടയം ജില്ലയാണ്. കോട്ടയത്ത് മണർകാട് പള്ളിയുടെ തിരുമുറ്റത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇവിടെ ഈ മെയ് 1 മുതൽ 12 തീയതി വരെ നടക്കുന്ന വിശുദ്ധ ഗീവർഗീസ് സഹതയുടെ പെരുന്നാളിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇവിടെ കാർണിവൽ പോലെ അടിപൊളി ഒരു സംഭവം കൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും ഫുഡ് സ്റ്റാളുകൾ അങ്ങനെ നിരവധി കാഴ്ചകളും ഇവിടെ ഉണ്ട്. ഈ ആഘോഷങ്ങളുടെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുകയാണ്. അതുപോലെ തന്നെ അപ്പോൾ എൻ്റെ ചാനലൊക്കെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ മണർകാട് പള്ളിയിൽ നടക്കുന്ന വിശുദ്ധ ഗീവർഗീസ് സഹതയുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളിലേക്ക് നേരെ പോകാം. കാണുന്നത് പായസത്തിൻ്റെ വലിയ സ്ഥലമാണ് കേട്ടോ. അത് പാലടപ്രഥമനുണ്ട്, ചക്കപ്പായസമുണ്ട്, കരിക്ക് പായസമുണ്ട്. അങ്ങനെ പായസത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് നമ്മൾ കാണാൻ പോണേ. ഇതെല്ലാം നമ്മൾ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ അറേഞ്ച് ചെയ്തായിരിക്കും കേട്ടോ. ഇതിന്ന് നാളത്തോട് കൂടി തീരുകയാണ് ശരിക്കും പറഞ്ഞാൽ. 1 തീയതി തുടങ്ങിയ ഒരു ഫുഡ് സ്റ്റാളാണ്. ഫുഡ് സ്റ്റാളിൻ്റെ പരിപാടി നാളെ കൊണ്ട് തീരും. ഈ കാണുന്നത് പിന്നെ തന്തൂർ ഐറ്റംസാണ്. അൽഫാമ്, ഷവർമ, ബാർബിക്യൂ ഐറ്റംസുകളെല്ലാം. ഇത് കാറിനോട് അനുബന്ധിച്ചാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ തനി നാടൻ വിഭവമുണ്ട്. എല്ലായിടത്തും ഭയങ്കര തിരക്കാണ്, ഒരു രക്ഷയില്ല. നമ്മൾ തന്നെ നാടൻ മുഖമാണ്, നാളെ കൊണ്ട് തീരുവാണ്. ഞാൻ നമ്മുടെ തനി നാടൻ മുഖം. എത്ര പ്രൈസ് എത്രയാണെന്ന് പറഞ്ഞാൽ? ഒരാൾക്ക് 3 വയസ്സിന് മേളിലേക്കാണോ? ഇത് തന്നെ തീരുന്നേ? ഇത് തന്നെ കാറിനോട് തീരുന്നതാണോ? ഞായറാഴ്ച തീരുന്നു.
അവിടെ മോട്ടോർ സൈക്കിൾ സർക്കാർ മാരുതി ആൻഡ് മോട്ടോർ സൈക്കിൾ വരിക കാണുക നിറഞ്ഞ മാരുതി ആൻഡ് മോട്ടോർ സൈക്കിൾ എല്ലാത്തിനും ഒരു ആവറേജ് പ്രൈസ് ഒരു 80 രൂപ വരുന്നു. എല്ലാത്തിനും ഒരു ആവറേജ് പ്രൈസ് ഒരു 80 രൂപ 60 രൂപ റേഞ്ചിലാണ് എൻ്റെ ഒരു പാസ് അവിടെ അറേഞ്ച് ചെയ്തേക്കണം. അപ്പം നോർമലി നമുക്ക് കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് വന്നിരിക്കാം. അപ്പം ബാക്കി എല്ലാവർക്കും ഒരു മിനിമം റേറ്റിൽ നമുക്ക് കൊടുത്തിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്നാലും 12-ാം തീയതി വരെ ഒരു സമയമുണ്ട്. 12-ാം തീയതിയാണ് ഈ ഒരു ഫെസ്റ്റിവൽ തീരുന്നത്. ഇത് നല്ല ജനമുണ്ട് ഇവിടെ കേട്ടോ. നമുക്ക് ശ്രദ്ധിച്ചൊക്കെ വരാൻ പറ്റും. കാണുവാൻ ആഗ്രഹിക്കുന്നു. വേഗം വേഗം കിടന്നു വരിക. പ്രദർശനം മാരുതി ആൻഡ് മോട്ടോർ സൈക്കിൾ കാണുവാൻ ആഗ്രഹിക്കുന്നു. വേഗം വേഗം കിടന്നു വരിക. പ്രദർശന പരിപാടികൾ ആരംഭിക്കുന്നു. വന്നാട്ടെ നല്ല തിരക്കാട്ടോ, നല്ല തിരക്കാണ്. മാരുതി ആൻഡ് മോട്ടോർ സൈക്കിൾ ഇത് നമ്മുടെ നേരത്തെ നാട്ടിൽ വല്ല മരണക്കിണർ അങ്ങനൊരു സംഭവം. അത് മാരുതിക്കാരുടെ സംഭവമാണ്. ഇത് നോക്കി സംഭവം കണ്ടോ. പിള്ളേർക്കൊക്കെ സേഫ്റ്റി ആയിട്ട് ചാടാൻ വേണ്ടി വരും. അപ്പോൾ അത് കാരണം മാക്സിമം പിള്ളേരോട് എൻജോയ്മെൻ്റാണ്. സേഫ്റ്റി അല്ലേ, ചെറിയ എയർ നിറച്ച സംഭവമാണ്. അപ്പോൾ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും കാണുന്നത് മാക്സിമം കോട്ടയംകാരെ എത്തിച്ചേരുക, പാലക്കാട് വന്ന് അടിച്ചു പൊളിക്കുക. വളരെ മിനിമം പാസുകൾ കേട്ടോ. ഏതായാലും എന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ മിനിമം പാസ്സാണ്. കാരണം 80 രൂപ 60 രൂപ ആ ഒരു സ്കെയിലാണ് ഈ ഒരു പാസ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോർമലി ഈ ചെറിയൊരു എമൗണ്ട് കൊണ്ട് തന്നെ മാക്സിമം നമുക്ക് കുടുംബമായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഇത് അണിച്ചൊരുക്കിയ പള്ളിയുടെ പ്രവർത്തകരോടൊക്കെ നല്ലൊരു നന്ദി എന്തായാലും പറയുന്നു. പിള്ളേരൊക്കെ തകർക്കണം. ഗംഭീര ചാട്ടം, തവളച്ചാട്ടം പോലെ അടിപൊളി.
ഇതാണ് താമരശ്ശേരി ഇഡലി തയ്യാറാക്കുന്നതാണ്. ഇതെങ്ങനെയാണ് സംഭവം? ഇത് ആവിയാണോ? സ്റ്റീമിലുണ്ടാക്കുന്നല്ലേ? അപ്പം അതിൻ്റെ അടി ഹോള് പോലെ ആയിരിക്കും ആണല്ലേ? പിന്നെ കൂടെ ഇതെന്താ സംഭവം? കറിയാണോ? ഇത് മീൻതല ഉണ്ടോ? മീൻതല. ആ മീൻതല. ആ ഇതുണ്ടോ തട്ട് പോലെ. ഇതാണ് താമരശ്ശേരി എടുത്തത്. അതിന് നെറ്റ് കിട്ടണോ? ആ നെറ്റ് ആ വെള്ളത്തിൽ കിടന്ന് എങ്ങനെ ചെയ്യും? അത് ഇങ്ങനെ ആ നെറ്റിൻ്റെ പൊക്കത്തോടെ വന്നിട്ടാണ് സംഭവം. വീണ്ടും അതിൻ്റെ ഇങ്ങനെ മാവ് ഒഴിച്ചിട്ട് അത് ചുട്ടെടുക്കും. അപ്പോൾ നമ്മൾ താമരശ്ശേരി പോകാതെ തന്നെ താമരശ്ശേരി ഇഡലി കഴിക്കുന്ന ഒരു സംഭവമാണ്. ട്രാവൽ ഫ്രണ്ട് പാലപ്പടി ഇവിടെ കിട്ടും. അടിപൊളി കപ്പയും മീനും. ഇതേടാ കക്കയിറച്ചി. കപ്പയും മീനും കക്കയിറച്ചി അടിപൊളി സംഭവം. ഇതേടാ പഴംപൊരിക്കുള്ള ബീഫ് കേട്ടോ. പഴംപൊരിയും ബീഫും പഴംപൊരിയും കഴിക്കാനുള്ള സംഭവം. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.